ഓം ശാന്തി. പല രീതികളും മണി ബ്ലോക്ക് ഇല്ലാതാക്കാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് ഇൻഡിവിജ്വലി ഓരോരുത്തരും അവനവനിൽ അപ്ലൈ ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു മണി ബ്ലോക്കിന് ഇല്ലാതാക്കാനുള്ള ടെക്നിക്കാണെന്ന് സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. അത് മനസ്സിലാക്കും മുന്നേ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിലെ മനസ്സിൻ്റെ രണ്ട് തലങ്ങളാണ്. ഒന്ന് ബോധ മനസ്സും മറ്റൊന്ന് ഉപബോധ മനസ്സും. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ കാണുന്ന, കേൾക്കുന്ന, അനുഭവിക്കുന്ന കാര്യങ്ങൾ, അഥവാ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കണ്ട്, കേട്ട്, അറിഞ്ഞ്, മനസ്സിലാക്കി ഏതൊക്കെ സാഹചര്യങ്ങളിൽ ജീവിച്ചിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിൽ പ്രഭാവമുണ്ടാക്കിയതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിലെ ഫയലുകളായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. ഒരു സാധാരണ കുടുംബത്തിലെ ആളുകൾ, വലിയ സമ്പന്നന്മാരുടെ കഥ വേറെയായിരിക്കാം. പക്ഷേ സാധാരണ ജനങ്ങളായിരിക്കുന്ന നമ്മുടെയൊക്കെ ലൈഫ് നോക്കിയാൽ പലപ്പോഴും പല കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോകുന്നത്, അതൊന്നും നമുക്ക് പറഞ്ഞിട്ടതല്ല മക്കളെ എന്ന് നമ്മുടെ വലിയവർ പറയുന്ന കാര്യങ്ങൾ, ഇതൊന്നും അത്ര എളുപ്പത്തിൽ സാധിക്കുന്നതല്ല എന്ന് പറയുന്നത്, പൈസ സമ്പാദിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറയുന്നത്, പണം മരത്തുമ്പോൾ ഉണ്ടാവുന്നതൊന്നും അല്ലല്ലോ എന്ന് പറയുന്നത്, കുഴിച്ചെടുക്കുന്നതല്ലല്ലോ എന്ന് പറയുന്നത്, ഇങ്ങനെ എന്തെല്ലാം രീതിയിലുള്ള നെഗറ്റീവായിരിക്കുന്ന ഡയലോഗ്സ് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നോ കേൾക്കുന്നത് ഉള്ളിൽ പോയിട്ട് ഉറച്ചതായിട്ടുള്ള കുറേ ഫാക്ടേഴ്സ്. ജീവിതത്തിൽ ധനമില്ലാത്തത് കൊണ്ട് കഷ്ടപ്പെടുന്ന, അനുഭവിക്കുന്ന വേദനകളുടെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചതാവാം, അല്ലെങ്കിൽ ചുറ്റും കണ്ടും കേട്ടുമായിട്ട് റെക്കോർഡായി പോയ കുറേ ഫീലിങ്സ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇമോഷൻസിൻ്റെ രൂപത്തിൽ, വൈകാരിക ഭാവങ്ങളുടെ രൂപത്തിൽ റെക്കോർഡായിട്ടുണ്ട്. അതിലുപരിയായിക്കൊണ്ട് എപ്പോഴെങ്കിലും അവഗണന അനുഭവിച്ചുവെങ്കിൽ, ഒരു തോൽവി അനുഭവിച്ചുവെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിലുള്ളതായിരിക്കുന്ന അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഈ രീതിയിലുള്ളതായിട്ടുള്ള ഇമോഷൻസ്, സ്നേഹത്തിൻ്റെ കുറവ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വൈകാരികമായിരിക്കുന്ന, ഇമോഷണലായിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതിനൊക്കെ തന്നെ സ്ഥാനം പിടിച്ച ഇടം നമ്മുടെ ഉപബോധ മനസ്സാണ്. അതുകൊണ്ട് ഉപബോധ മനസ്സിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നിരവധി ഫയലുകൾ കൊണ്ട് കൂട്ടിക്കുഴച്ചിട്ടതായിരിക്കുന്ന വേസ്റ്റ് നിറഞ്ഞൊരു സ്ഥലം പോലെയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ വളരുമ്പോൾ, പഠിക്കുമ്പോൾ, ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നു. ഒരു പ്രൊഫഷണൽ കോഴ്സാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കലകളായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കാം, എനിക്കൊരു മാറ്റം കൊണ്ടുവരണം എന്നാഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളായിരിക്കാം. ഇങ്ങനെ നിങ്ങൾ അവനവനിൽ പ്രയത്നിച്ചു എന്ന് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ബോധ മനസ്സിലാണ് പരിവർത്തനം കൊണ്ടുവന്നിട്ടുള്ളൂ. ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു ഡയറക്റ്റ് ആയിരിക്കുന്ന ഒരു അപ്രോച്ച് ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ടാണ് മെഡിറ്റേഷൻ എന്നത് അനിവാര്യമാണ് എന്ന് എല്ലാവരും പറയാൻ കാരണം ദിവസവും കുറച്ച് സമയം മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ക്ലീനിങ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് മെഡിറ്റേഷൻ മാത്രമല്ല, കുറച്ചൊരു അറ്റൻഷൻ, ഒരു ഹെൽത്തി ആയിരിക്കുന്ന, ഒരു പ്യൂർ ആയിരിക്കുന്ന ലൈഫ് സ്റ്റൈൽ, ഒരു ശുദ്ധമായ ചിട്ടയായ ജീവിത രീതി, അതും ഒരു നല്ല ലക്ഷ്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ അനിവാര്യമായിരിക്കുന്ന ഘടകമാണ്. പോസിറ്റീവായിരിക്കുന്ന എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ദിവസവും പഠിക്കാൻ സമയം കണ്ടെത്തുന്നത്, കുറേയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു പാരഗ്രാഫ് നമ്മുടെ ഉള്ളിലേക്ക് എനർജി നിറയ്ക്കുന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള സ്റ്റഡി. അത് ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിലെ ഡെയിലി ക്ലാസ്സസിൽ സ്വയം പരമാത്മ ടീച്ചറായിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കേൾക്കൂ, പഠിക്കൂ, വളരെ ഫ്രീ ആയിക്കൊണ്ട്, 100% ഫ്രീ ആയിക്കൊണ്ട് 100% പോസിറ്റീവായിട്ടുള്ള കാര്യം കിട്ടാനുള്ളതായിട്ടുള്ള ഓപ്ഷൻ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അവൈലബിൾ ആണ്. അങ്ങനെയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യം അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ചുറ്റുമുള്ളതായിട്ടുള്ള ആളുകൾ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ, അതിൻ്റെയൊക്കെ ആധാരത്തിൽ നമുക്ക് വേണ്ടി സ്വന്തമായ ഒരു ഹെൽത്തി ആൻഡ് പ്യൂർ ആയിരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. രണ്ടാമത് മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ധനവുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് വരുന്നത് നമ്മുടെ മൂലധാര ചക്രത്തിനാണ്. മൂലധാര ചക്രത്തിൻ്റെ എത്രമാത്രം ക്ലീൻ ചെയ്യുന്നു, എത്രമാത്രം എനർജി നിറയ്ക്കുന്നു, അത്രയനുസരിച്ച് മണി ബ്ലോക്കുകൾ ഇല്ലാണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനും കൂടി നിൽക്കുന്നൊരു വിദ്യ ഞാൻ പറഞ്ഞുതരാണ്. ഒന്നാമത്, നമ്മൾ എവിടെയാണോ കുറേ അഴുക്ക് നിറഞ്ഞൊരു പാത്രമാവുന്നത്, ആദ്യം അതിനെ നമ്മൾ തേച്ച് കഴുകും, എന്നിട്ട് ശുദ്ധമാക്കും, എന്നിട്ടല്ലേ നല്ലൊരു സാധനം അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കുക. അതുപോലെ തന്നെ മൂലധാര ചക്രം എന്ന് പറയുന്നത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്.
നമ്മുടെ ധനവുമായി ബന്ധപ്പെട്ടതായിട്ടുള്ളൊരു സാധനമാണ്. അതിൻ്റെ കളർ നോക്കിയാൽ റെഡ് കളറിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് മൂലധാര ചക്രത്തെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിരിക്കുന്ന ഉന്മേഷവും ഉത്സാഹവും ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാണ്. അതിന് റെഡ് കളറിലാണ് കാണിക്കുക, സൂര്യനുമായിട്ടാണ് അത് ബന്ധപ്പെടുന്നത് തന്നെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു മെഡിറ്റേഷൻ ഈ മൂലധാര ചക്രത്തിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടി നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് വടക്കോട്ട് നോക്കിയിരിക്കുക. കാരണം സൂര്യൻ്റെ റെഡ് റേസിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവുന്നത് എപ്പോഴും നോർത്ത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വടക്ക് ദിശയിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ഇരുന്നു കൊണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല, ഓൾറെഡി ചക്രാസ് ആക്ടിവേറ്റ് ചെയ്യുന്നൊരു മെഡിറ്റേഷൻ ഞാൻ BK ഷീബയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആക്ടിവേറ്റ് യുവർ ചക്രാസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ എല്ലാ ചക്രങ്ങളും ചാർജ് ചെയ്യുന്നതായിട്ടൊരു വീഡിയോ ആണ്. ഒരു 40 മിനിറ്റ്സിൻ്റെ വീഡിയോ ഉള്ളൂ. നിങ്ങളത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ചക്രങ്ങളും ആക്റ്റീവ് ആവും. എനിവേ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ്യാൻ വേണ്ടിക്കൊണ്ട് വിദ്യ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. 5 മിനിറ്റ് സമയം നമുക്കിതിന് വേണ്ടി കണ്ടെത്തണം. ഇത് ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഏർലി മോർണിംഗ് സമയമാണ്. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിലത്തിരിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു വിരിപ്പിട്ടുകൊണ്ട് ചമ്രം പടിഞ്ഞിരിക്കാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ്. ഇനി അങ്ങനെ നിങ്ങൾക്ക് പറ്റില്ല, മുട്ടുവേദനയോ കാലുവേദനയോ ഒക്കെ ആണെങ്കിൽ ഒരു കസേരയിൽ ഇരുന്നുള്ളൂ. പക്ഷേ ആംറസ്റ്റ് ഇല്ലാത്ത, കൈ വെക്കുന്നതില്ലാത്തതാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ്. കുറച്ച് നട്ടിൽ നിവർന്ന് ഒരു കസേരയുടെ സഹായത്തോടു കൂടി ഇരുന്നു കൊണ്ട് നമ്മുടെ കൈ കൊണ്ട്, ഈ കൈകളെന്ന് പറയുന്നത് എനർജിയുടെ ആൻറ്റിനയാണ്. ഈ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും ഞാൻ നിങ്ങൾക്ക് നേരത്തെയും ഓറാ ക്ലീനിൻ്റെ ഒരു വീഡിയോ ഇട്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. കൈകൊണ്ട് ഇങ്ങനെ കാണിച്ച് നിങ്ങൾ ആ എനർജിയെ ഉപ്പുവെള്ളത്തിലേക്ക് കളയാനായിട്ടും ആ ഉപ്പുവെള്ളം പുറത്തു കൊണ്ട് കളയാനായിട്ടും നമുക്ക് നമ്മുടെ കൈകളെ ഈ രീതിയിൽ കറക്കിക്കൊണ്ട് നമ്മുടെ ചക്രങ്ങളിലെ നെഗറ്റീവ് എനർജീനെ ക്ലീൻ ചെയ്യാം. പക്ഷേ സങ്കല്പം പവർഫുൾ ആയിരിക്കണം എന്ന് മാത്രം. നമ്മുടെ ചക്രങ്ങളിലൊക്കെ ഉള്ളതായിട്ടുള്ള ഊർജ്ജം അത് വൃത്താകാരത്തിൽ ഓൾവേസ് ചലനമുള്ളതായിരിക്കുന്ന ഊർജ്ജമാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ണിത്തണ്ടൊക്കെ മുറിക്കുമ്പോൾ അതിന് നൂല് കളയാൻ വേണ്ടിക്കൊണ്ട് എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരു മുളയുടെ കഷ്ണം എടുത്തിട്ട് 2-3 എണ്ണം കൂട്ടിക്കെട്ടിയിട്ടോ ഒരു മുളയുടെ കമ്പുള്ള കഷ്ണം എടുത്തിട്ടോ ആ വെള്ളത്തിലിങ്ങനെ വട്ടം കറക്കും. അത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ നൂലൊക്കെ അതിനെ ചുറ്റിപ്പിടിച്ച് കഴിഞ്ഞിട്ട് അതിങ്ങനെ കുടഞ്ഞു കളഞ്ഞാൽ ആ നൂല് പുറത്തു പോകും. അത് ആ കഷ്ണം മാത്രമേ വെള്ളത്തിലുണ്ടാവും. ഇൻ ദ സെയിം വേ നമ്മളെന്ത് ചെയ്യുന്നു, ആ ഊർജ്ജ മണ്ഡലത്തിലേക്ക് ഈ കൈ എന്ന ആൻറ്റിനേന് ഊർജം ശുദ്ധീകരണ സാധനമെന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ കൈയിനെ ആ മൂലധാര ചക്രത്തിൻ്റെ സ്ഥാനത്ത് കൈകൊണ്ട് ഈ രീതിയിൽ നമ്മളിങ്ങനെ കറക്കുക, വട്ടത്തിൽ ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ഈ രീതിയിൽ ഇങ്ങനെ വട്ടത്തിൽ കറക്കുക. അത് കറക്കി കഴിഞ്ഞ ശേഷം 3 പ്രാവശ്യം കറക്കി കഴിഞ്ഞ ശേഷം കൈകൊണ്ട് കയ്യിലായതായിട്ടുള്ള ആ നെഗറ്റീവ് എനർജി എന്താണോ അത് ഞാൻ പുറത്ത് കളയുകയാണെന്ന് സങ്കല്പിക്കണം. ഈ കൈ ഇങ്ങനെ വട്ടം കറക്കുമ്പോൾ മൂലധാര ചക്രത്തിൻ്റെ അടുത്ത് വട്ടം കറക്കുമ്പോൾ ഇങ്ങനെ സങ്കല്പിച്ച് വട്ടം കറക്കുമ്പോൾ അവിടെയുള്ള മൂലധാര ചക്രത്തിലെ നെഗറ്റീവ് എന്തൊക്കെയാണോ അതൊക്കെ എൻ്റെ കൈ കൊണ്ട് ഞാൻ വലിച്ചെടുക്കുകയാണ് എന്ന് സങ്കല്പിച്ചിട്ട് വേണം ഇങ്ങനെ 3 വട്ടം കറക്കാൻ. അത് കഴിഞ്ഞ ശേഷം കൈ ഇങ്ങനെ കുടഞ്ഞു കളയാം. വല്ലതൊക്കെ കൈമ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കുടഞ്ഞു കളയില്ലേ, സൂക്ഷ്മത്തിലെ കൈകളിൽ പറ്റിയിട്ടുണ്ട്, അതിനെ കുടഞ്ഞു കളയുകയാണ്. ഇതേ രീതിയിൽ ഒരു 9 തവണ ഇങ്ങനെ 3 പ്രാവശ്യം കറക്കുക, അതിനെ കുടഞ്ഞു കളയുക, 3 പ്രാവശ്യം കറക്കുക, കുടഞ്ഞു കളയുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് നന്നായി നടക്കും. ആ ക്ലീനിങ് അത്തരത്തിൽ ചെയ്ത ശേഷം സങ്കല്പിക്കുക, പരമാത്മാവിനെ, സർവശക്തനായ ഭഗവാനെ നമ്മുടെ സമീപത്തേക്ക് വിളിക്കുക. ആ പ്രകാശം കൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ പുറത്ത് കളഞ്ഞതായിരിക്കുന്ന നെഗറ്റീവ് എനർജി എന്താണോ, എനിക്ക് ഉപയോഗമില്ലാത്ത എന്തൊക്കെയാണോ അതെല്ലാം അത് കത്തിപ്പോയി അല്ലെങ്കിൽ അത് ക്ലീനായിപ്പോയി. ഈ റൂമിൻ്റെ ഉള്ളിൽ മുഴുവൻ ആ പ്രകാശം നിറഞ്ഞു ഭഗവാന്റെ സാന്നിധ്യത്തിലെന്ന് ഓർമ്മിക്കാം. എന്നിട്ട് സങ്കല്പിക്കുക, ഞാൻ എന്ന് പറയുന്ന യഥാർത്ഥമായിരിക്കുന്ന ഞാൻ, ഈ ദേഹത്തിനുള്ള ചൈതന്യമായ ശക്തി, ഈ ഭ്രൂമധ്യത്തിൽ ഇരുപുരുകങ്ങൾക്കും മധ്യത്തിൽ നമ്മൾ തിലകം ചാർത്തുന്ന സ്ഥാനത്ത് ഒരു നക്ഷത്രം പോലെ പ്രകാശിക്കുന്ന ആത്മാവാണ് ഞാനെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് കുറച്ച് സമയം, ഈ 2 മിനിറ്റ് സമയം നിങ്ങൾക്ക് വേണ്ടി സിസ്റ്റാവി അത് ആ കാര്യത്തിന് പറഞ്ഞു തരാം. എൻ്റെ കൂടെ നിങ്ങൾക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. പക്ഷേ ഇത് ആക്ടിവേറ്റ് ആവുന്നതോടുകൂടി നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും, ശരീരത്തിന് തന്നെ നമുക്ക് ആ ഉന്മേഷവും ഉത്സാഹവും ഒക്കെ നിറഞ്ഞൊരു അനുഭൂതി ഉണ്ടാവും. അതുകൊണ്ട് ആദ്യം ക്ലീനിങ് ചെയ്യണം. ഇരുന്നിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം മൂലധാര ചക്രത്തെ ക്ലീൻ ചെയ്ത ശേഷം കൈകളെ കാലുകളിൽ വിശ്രമിക്കുന്ന രീതിയിൽ, ഇത് ധ്യാനമുദ്ര എന്ന് പറയും. ഈ മുദ്രയിൽ കൈകൾ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട്, നമ്മുടെ കോൺസെൻട്രേഷൻ ഏകാഗ്രത ഏറ്റവും നന്നായി കിട്ടാൻ വേണ്ടിക്കൊണ്ടാണ് കൈകൾ ഇങ്ങനെ വെക്കാൻ പറയുന്നത്. ആ രീതിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായ ശ്രദ്ധയെ നമ്മുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക.
ഒരു പ്രാവശ്യം ശ്വാസം എടുക്കുന്നു. അപ്പോൾ സങ്കല്പിച്ച് നോക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ ഊർജം പോയിട്ട് ഭ്രൂമധ്യത്തിൽ ഇവിടെ തിളയ്ക്കുന്ന ഒരു ചുവന്ന നക്ഷത്രവും അതിൽ പോയിട്ട് ടച്ച് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ നിറയുന്നതായിട്ട് ഫീൽ ചെയ്യാം. ഒരു 4-5 തവണ ഈ രീതിയിൽ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുന്നു. ഭ്രൂമധ്യത്തിലെ ചുവന്ന നക്ഷത്രമായ ആത്മാവിൽ നിറയുന്നു. പതിയെ ശരീരത്തിലെല്ലാം കഴിഞ്ഞു പുറത്തേക്ക് പോകുമ്പോൾ നമ്മളിവിടുന്ന് എല്ലാ നെഗറ്റീവായിരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പുറത്തു പോയി എന്ന് സങ്കല്പിക്കുക. 9 തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ഞാൻ ആത്മാ, ഞാൻ ശക്തി സ്വരൂപമായിരിക്കുന്ന ആത്മാ എന്ന് സങ്കല്പിക്കണം. ഞാൻ ആത്മ, ശക്തി സ്വരൂപമായ ആത്മ. ഈ നെറ്റിയിൽ സങ്കല്പിച്ചു നോക്കുക, ഞാൻ ആത്മാ ശക്തി സ്വരൂപമാകുന്നു. എൻ്റെ നെറ്റിയിൽ തിളങ്ങുന്ന ചുവന്ന നക്ഷത്രം പോലെ ഞാൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവശക്തനായ ഭഗവാനെ സങ്കല്പത്തിൻ്റെ ഭാഷയിൽ എൻ്റെ സമീപത്തേക്ക് ഞാൻ വിളിക്കുകയാണ്. തലയ്ക്ക് മേലെ ആ ഒരു ചുവന്ന സൂര്യനെ പോലെ സർവശക്തനായ ഭഗവാൻ പ്രത്യക്ഷമായിരിക്കുന്നു. ഭഗവാനിൽ നിന്ന് ആ സർവശക്തികളുടെ കിരണങ്ങൾ പ്രകാശധാരയായി ആത്മാവായി എന്നിൽ നിറയുന്നു. എന്നിലൂടെ നട്ടലിലേക്ക് ഒഴുകി നട്ടലിലൂടെ മൂലധാര ചക്രത്തിൽ പോയി നിറയുകയാണ്. ഈ പ്രകാശകിരണങ്ങൾ മൂലധാര ചക്രത്തിൽ നിറഞ്ഞ് അതിനെ സമ്പൂർണ്ണ ശക്തമാക്കി മാറ്റിയിരിക്കുന്നു. ഞാൻ ശക്തി സ്വരൂപമാകുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാകുന്നു. ഇത്ര സമയം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ കാര്യങ്ങൾ ആരംഭിക്കും മുന്നേ മിനിമം ഇത്ര കാര്യമെങ്കിലും നിങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങളുടെ മൂലധാര ചക്രം ആക്റ്റീവാവും. ഉപബോധ മനസ്സിനെ ക്ലീൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതിലൂടെ ധനപരമായിരിക്കുന്ന എല്ലാ ബ്ലോക്കും ഇല്ലാതാവുകയും നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യുന്ന ഓരോ കർമ്മവും അത് പെർഫെക്റ്റ് ആവുകയും നിങ്ങളിലേക്ക് ധനം ആകർഷിക്കപ്പെട്ടു വരികയും ചെയ്യും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.